നമസ്കാരം, ഞാൻ സത്യൻ പത്മനാഭൻ ഫ്രം കടങ്ങത്ത് എന്റർപ്രൈസസ്. ഏവർക്കും പണിപ്പുരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പെയിന്റിംഗ് എന്ന സെഗ്മെന്റിനെ കുറിച്ചാണ്. പെയിന്റിംഗ് കൊണ്ട് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഫസ്റ്റ് ഓഫ് ഓൾ വെതർ പ്രൊട്ടക്ഷൻ തന്നെയാണ്. കാലാവസ്ഥ വ്യതിയാനങ്ങൾ സ്റ്റീൽ മെറ്റീരിയലിനെ ബാധിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഈസി ആയിരിക്കും. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ലുക്ക് വർദ്ധിപ്പിക്കുന്നതിനും പെയിൻറ്റിംഗ് ഒരു പ്രധാന ഘടകമാണ്. 2 ഘട്ടങ്ങളിലായിട്ടാണ് പെയിൻറ്റിംഗ് നമ്മൾ പ്രാവർത്തികമാക്കുന്നത്. ഒന്ന് അറ്റ് ഫാക്ടറി, 2 അറ്റ് കസ്റ്റമേഴ്സ് സൈറ്റ്. ഫാക്ടറിയിൽ 2 പാക്ക് അപ്പോക്സി കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. 2 പാക്ക് എന്നാൽ ബേസ് പ്ലസ് ഹാർഡനർ. എപ്പോഴും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് 2 പാക്ക് അപ്പോക്സി കോട്ടിംഗ് ആണ്. ഞാനിത് എടുത്തു പറയാനുള്ള കാരണം, ചില സപ്ലയേഴ്സ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി 1 പാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ കസ്റ്റമേഴ്സിൻ്റെ ആംഗിളിൽ എപ്പോഴും 2 പാക്ക് പ്രിഫർ ചെയ്യുക. അതിനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സപ്ലയറിൽ നിന്നും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അറ്റ് കസ്റ്റമേഴ്സ് സൈറ്റ്, നമുക്കറിയാം നോർമലി സോളിഡ് ബ്രിക്ക്, അതായത് ബ്രിക്ക് വർക്ക് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ വിൻഡോസ് ഫിക്സ് ചെയ്ത് പോകുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ബ്രിക്ക് വർക്കിൻ്റെ സമയത്ത്, കോൺക്രീറ്റിൻ്റെ സമയത്ത്, അതുപോലെ പ്ലാസ്റ്ററിങ് സമയത്തൊക്കെ സിമെൻറ്റ് പ്ലസ് വാട്ടർ ഈ സർഫേസിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മാസ്കിംഗ് ഈ സ്റ്റീൽ മെറ്റീരിയൽസിന് ആവശ്യമാണ്. ഇനി യാദൃശ്യമായി സിമെൻറ്റോ വാട്ടറോ വീഴുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം. ഇനി നമുക്ക് ഫൈനൽ പെയിൻറ്റിങ്ങിലേക്ക് കടക്കാം. ഇന്ന് ഫൈനൽ പെയിൻറ്റിംഗ് പ്രോസസ്സിനെ കുറിച്ച്, ഏതൊക്കെ പെയിൻറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുക എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഹാർവിനാണ്. ഹാർവിൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പെയിൻറ്റിംഗ് കോൺട്രാക്ടർ എന്ന നിലയ്ക്ക് ഫീൽഡിൽ സജീവമാണ്. അദ്ദേഹത്തിൻ്റെ വാല്യുബിളായിട്ടുള്ള വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. നമസ്കാരം. നമ്മൾ സ്റ്റീൽ ഡോസ് അല്ലെങ്കിൽ സ്റ്റീൽ വിൻഡോസ് പെയിൻറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായും 5 പ്രോസസ്സാണ് ഉള്ളത്. ആദ്യത്തേതാണ് സർഫസ് പ്രിപ്പറേഷൻ. അതിനുശേഷം നമ്മൾ പ്രൈമർ ആപ്ലിക്കേഷൻ ചെയ്യുന്നതാണ്. പിന്നീട് വരുന്നതാണ് നമ്മുടെ സർഫസുകളിൽ എന്തെങ്കിലും എറേഴ്സോ അല്ലെങ്കിൽ ഡെൻറ്റുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക എന്നുള്ളത്. 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നതാണ് ടോപ്പ് കോട്ട് പെയിൻറ്റിംഗ് ആപ്ലിക്കേഷൻ. ഇത് പ്രധാനമായും 2 കോട്ട് പെയിൻറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. പിന്നീട് വരുന്നതാണ് ക്ലിയർ കോട്ട് ആപ്ലിക്കേഷൻ. നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റീൽ ഡോസ് അല്ലെങ്കിൽ സ്റ്റീൽ വിൻഡോസ് പോസ്റ്റ് പ്ലാസ്റ്ററിംഗ് സ്റ്റേജിൽ സിമെൻറ്റുകളിൽ നിന്നുണ്ടാകുന്ന കറകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾക്കുണ്ടാകുന്ന പൊടികളോ മറ്റും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ലപോലെ ക്ലീൻ ചെയ്യുക. അതിനായി നമുക്ക് എമറി പേപ്പേഴ്സോ അല്ലെങ്കിൽ വയർ ബ്രഷോ ഉപയോഗിക്കാവുന്നതാണ്. അതാത് പ്രതലത്തിൽ ലൂസ് പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിന്നേഴ്സ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ മതിയാകും. പ്രോപ്പറായിട്ടുള്ള സർഫസ് പ്രിപ്പറേഷൻ ചെയ്യുന്നത് വഴി പിന്നീട് വരുന്ന പ്രൈമർ ആപ്ലിക്കേഷനിൽ സർഫസുമായിട്ടുള്ള ബോണ്ടിങ് കൂട്ടാൻ ഇത് സഹായിക്കും. ഏതൊരു ഫ്രഷ് സർഫസിലേക്കും പെയിൻറ്റിങ്ങിന് മുൻപായി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് പ്രൈമർ ആപ്ലിക്കേഷൻ. പ്രൈമർ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് വഴി സർഫസുമായിട്ടുള്ള ബോണ്ടിങ് കൂട്ടുകയും പിന്നീട് പെയിൻറ്റ് പൊളിഞ്ഞിളക്കി വരുന്നത് തടയാനായി സാധിക്കും. സ്റ്റീൽ ഡോസിലോ അല്ലെങ്കിൽ സ്റ്റീൽ വിൻഡോസിലേക്കോ പ്രൈമർ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിനായി സിങ്ക്രോമേറ്റ് മെറ്റൽ പ്രൈമറോ അല്ലെങ്കിൽ റെഡ് ഓക്സൈഡ് മെറ്റൽ പ്രൈമറോ ഉപയോഗിക്കാവുന്നതാണ്. അതാത് കമ്പനികളുടെ കൃത്യമായ രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യുവാൻ. പ്രൈമർ ആപ്ലിക്കേഷന് ശേഷം പെയിൻറ്റിംഗ് സ്റ്റേജിലേക്ക് കടക്കുന്നതിന് മുൻപായി നമ്മുടെ സർഫസ് ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ സർഫസിൽ ഡെൻറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിഫക്ട്സുകളോ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അവ പരിഹരിക്കുവാനായി ഡെൻ ഫില്ലറുകളോ അല്ലെങ്കിൽ പുട്ടിയോ മെറ്റൽ പേസ്റ്റോ അപ്ലൈ ചെയ്ത് സർഫസ് ലെവലിനെ സ്മൂത്ത് ചെയ്യാനായി പ്രോപ്പറായി സാൻഡിങ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇനി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. അതാണ് ടോപ്പ് കോട്ട് പെയിൻറ്റിംഗ് ആപ്ലിക്കേഷൻ. ടോപ്പ് കോട്ട് പെയിൻറ്റിംഗ് ആപ്ലിക്കേഷൻ ചെയ്യുന്നതിനായി പലതരം ഫിനിഷുകളിലായി നമ്മുടെ മാർക്കറ്റിൽ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. എപ്പോക്സി എന്ന രീതിയിലും ഇനാമൽ എന്ന രീതിയിലും PU ഫിനിഷ് പ്രോഡക്റ്റുകൾ എന്ന രീതിയിലും ആണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. ഇത്തരം പ്രോഡക്റ്റുകൾ വിവിധ ശ്രേണികളിലായി നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് സെമി മാറ്റ്, മാറ്റ്, ഗ്ലോസ്, സെമി ഗ്ലോസ് എന്നീ ഫിനിഷുകളിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. സാധാരണ രീതിയിൽ എപ്പോക്സി അല്ലെങ്കിൽ PU ഫിനിഷ് പോലുള്ള പ്രോഡക്റ്റുകൾ സ്പ്രേ മോഡിലൂടെയും ഇനാമൽ പോലുള്ള പ്രോഡക്റ്റുകൾ ബ്രഷിലൂടെയാണ് പെയിൻറ്റിംഗ് ആപ്ലിക്കേഷൻ നടത്തപ്പെടുന്നത്. അതാത് കമ്പനികൾ നിർദ്ദേശിക്കുന്നത് പോലെ കൃത്യമായ റേഷ്യോയിലുള്ള തിന്നർ ഉപയോഗിച്ച് വേണം പെയിൻറ്റിംഗ് ആപ്ലിക്കേഷൻ ചെയ്യാൻ. ഫസ്റ്റ് കോട്ട് പെയിൻറ്റിംഗ് ആപ്ലിക്കേഷന് ശേഷം കൃത്യമായ രീതിയിലുള്ള ഡ്രൈൻ ടൈം അല്ലെങ്കിൽ സെറ്റിംഗ് ടൈം കൊടുത്തതിന് ശേഷം മാത്രമേ
നമ്മൾ സെക്കൻഡ് കോട്ടിലേക്ക് കടക്കാവൂ. നമ്മൾ പെയിൻറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റീൽ ഡോഴ്സിലേക്കോ അല്ലെങ്കിൽ സ്റ്റീൽ വിൻഡോസിലേക്കോ ഓട്ടോമേറ്റീവ് ബേസ് ചെയ്ത PU ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ അപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. ദേ ഓഫേഴ്സ് ബെറ്റർ ഡ്യൂറബിലിറ്റി ആൻഡ് ലാസ്റ്റിംഗ്. ടോപ്പ് കോട്ട് പെയിൻറ്റിംഗ് ആപ്ലിക്കേഷൻ സ്റ്റേജിൽ സെക്കൻഡ് കോട്ടിന് ശേഷം നമ്മുടെ സർഫസ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അതാത് സർഫസിൽ എന്തെങ്കിലും എറേഴ്സോ ഡിഫക്ട്സോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും അത് പരിഹരിച്ച് വീണ്ടും ഒരു കോട്ട് എന്ന രീതിയിൽ ആഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അവസാനമായി നമ്മൾ പെയിൻറ് ചെയ്തിരിക്കുന്ന സ്റ്റീൽ ഡോഴ്സ് അല്ലെങ്കിൽ സ്റ്റീൽ വിൻഡോസ് ടോപ്പ് കോട്ട് ക്ലിയർ അപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. പെയിൻറ് ഫിനിഷിൻ്റെ മാറ്റ് കൂട്ടുവാനും അത്തരം പ്രതലത്തെ ഈസിയായി ക്ലീൻ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ക്ലിയർ കോട്ടിൻ്റെ ഗുണം. പെയിൻറ് ഫിനിഷിൻ്റെ ഡ്യൂറബിലിറ്റി, ലോങ്റ്റിവിറ്റി എന്നിവ എൻഹാൻസ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ക്ലിയർ കോട്ട് അപ്ലൈ ചെയ്യുന്നതിൻ്റെ പ്രധാന ഗുണം. താങ്ക് യു ഹർവിൻ. ഇന്ന് നമ്മൾ സംസാരിച്ചത് പെയിൻറ്റിംഗ് എക്സിക്യൂഷൻ പ്രോസസ്സിനെ കുറിച്ചാണ്. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ. ഞാൻ സത്യൻ പത്മനാഭൻ, സൈനിങ് ഓഫ്. താങ്ക് യു.